ചാൻസലർ പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കോളാമ്പി ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ രൂപത്തിലേക്ക് ഞങ്ങളൊന്നും പ്രതികരിക്കുന്നവരല്ല. ഞങ്ങൾ കൃത്യമായിക്കൊണ്ട് ഒരു മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അല്ല. നദിവിയെ സംബന്ധിച്ചിടത്തോളം നദിവിക്ക് ക്രിമിനടിയുള്ള ഒരാളാണ് ഇവിടുത്തെ വൈസ് ചാൻസലർ. ചുവന്ന കൊടി കണ്ടാൽ ചില ആളുകൾക്ക് ആലിളകും എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിരന്തരമായിക്കൊണ്ട് നേരം കൊടുത്താൽ കട്ടൻ ചായ കുടിക്കുമ്പോ ഒരു ഇടക്ക് അതിനൊരു ഇടക്കാൽ ആശ്വാസം എന്നുള്ള ഒരു രൂപത്തിലേക്ക് നമ്മളൊരു ചെറിയ കടി തിന്നുന്ന പോലെയാണ് ഇടക്കിടക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ചില പ്രസ്താവനകൾ നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ CPM-ന്റെ നേതൃത്വത്തിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇന്ന് നടത്തിയ മാർച്ചിൽ തീർത്തും സംഘപരിവാരത്തെ പ്രീണിപ്പിക്കാനുള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ് CPM ഇന്ന് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രാസംഗികർ മുഴുവൻ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് മാലിന്യ പ്രശ്നങ്ങൾ പരിസരവാസികൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്ന് രാവിലെയാണ് CPM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ അടക്കം ബഹാവുദ്ദീൻ നദിവി അടക്കം വരുന്ന അവിടെ പഠിച്ചിറങ്ങിപ്പോയ മുഴുവൻ 10,000-കണക്കിന് വിദ്യാർത്ഥികളെ മുഴുവനും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് പ്രാസംഗികർ പ്രതിപാദിച്ചത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. വളരെ മോശമായ രീതിയിലാണ് അവിടുത്തെ സ്ഥാപനത്തെയും അതുപോലെ തന്നെ അവിടെ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തെയും അതുപോലെ തന്നെ അവിടുത്തെ പണ്ഡിതന്മാരെയും മോശമായ രീതിയിൽ യാതൊരു നാണവും മാനവും ഇല്ലാത്ത രൂപത്തിലുള്ള പ്രതിപാദനമാണ് നടന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ CPM ആണ് RSSന്റെ കോളാമ്പിയായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ആർക്കും യാതൊരുവിധ തർക്കവുമില്ല. ഈ രാജ്യത്ത് ഇവിടെ ന്യൂനപക്ഷ സമുദായത്തോടൊപ്പം ഈ അടുത്ത കാലത്ത് ഏത് വിഷയത്തിലാണ് CPM നിന്നിട്ടുള്ളത്? ഇവിടെ നിന്നിട്ടുള്ളത്? ഇന്ന് മാനിയപ്പാടത്ത് അതല്ലെങ്കിൽ ദാറുൽ ഹുദയിലേക്ക് നടത്തിയ മാർച്ചിൽ അവിടെ പ്രതിപാദിക്കേണ്ടിയിരുന്നത് മാലിന്യ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അതല്ലല്ലോ അവിടെ കൂടുതലായി പ്രതിപാദിച്ചത്. അവിടെ പണ്ഡിതന്മാരെ തെറിവിളിക്കാനും പണ്ഡിതന്മാരെ മോശമായ രീതിയിൽ പരാമർശിക്കാനുമാണ് CPM-ന്റെ നേതാവ് അവിടെ സമയം ചെലവഴിച്ചത് എന്നുള്ളത് പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമാകും. ഇവിടെ CPM-ന്റെ നേതാവ് പരാമർശിക്കുകയാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ കോളാമ്പിയായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്. വളരെ മോശമായ പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ RSSന്റെ കോളാമ്പിയാണ് CPM എന്ന് പറഞ്ഞാൽ യാതൊരുവിധ തർക്കവും ആ കാര്യത്തിലില്ല. കാരണം RSSന് വേണ്ടി കൊയലൂത്ത് നടത്തുന്ന രീതിയിലുള്ള പ്രവർത്തന പ്രസംഗമാണ് ഇന്ന് ഇവിടെ ദാറുൽ ഹുദയുടെ മുൻപിൽ ഇവിടെ നടന്നിട്ടുള്ളത്. ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സമരം ചെയ്തത്? പണ്ഡിതന്മാരെയും അവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തെ മുഴുവനും മോശമാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്താൻ ആരാണ് നിങ്ങൾ പ്രചോദനം നൽകിയിട്ടുള്ളത്? തൃക്കുളം ഭാഗത്ത് RSSകാരടക്കം വരുന്നവര് ഈ CPM-ന്റെ ഈ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വളരെ ഇതില് RSSന്റെ സാന്നിധ്യം ഇവിടെ എത്രത്തോളമാണ്? അതുകൊണ്ട് CPM-ന്റെ നേതാവ് പരാമർശിച്ചത് വളരെ നിരുത്തരപരമായ കാര്യമാണ് എന്നുള്ളത് ആർക്കും തർക്കമില്ല. ഇവിടുത്തെ ആ യൂണിവേഴ്സിറ്റിയെ മോശമാക്കി ചിത്രീകരിക്കാൻ വർഷങ്ങളായിട്ട് CPM അടക്കം വരുന്ന സംഘപരിവാരവാദികൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ CPM-ന്റെ നേതൃത്വത്തിൻ്റെ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പല കോണുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പല പണ്ഡിതന്മാരടക്കം ഇതിനെ വിമർശിച്ചു കഴിഞ്ഞു. അതുപോലെ പ്രബുദ്ധ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന മുഴുവൻ സമൂഹവും ഇതിൽ വിഷയം പറഞ്ഞു കഴിഞ്ഞു, അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് പോലും തീരെ താല്പര്യമല്ലാത്ത രീതിയിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. കാരണം പ്രകടനം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ CPM ഈ ഇന്ന് പരാമർശിച്ച പരാമർശത്തോട് തീർത്തും വിയോജിപ്പ് രേഖപ്പെടുത്താനാണ് ഈ വീഡിയോസ് റിയൽ വ്ളോഗ് ചെയ്യുന്നത്.